ടി.പി. വധക്കേസിലെ പ്രതികളുടെ പേരിൽ ശിക്ഷ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചട്ടം മറികടന്നതായി കണ്ടയുടൻ പട്ടിക തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശിക്ഷ ഇളവിനുള്ള ശുപാർശയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളെയും ഉൾപ്പെടുത്തിയത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. നേരത്തെ ജയിൽ ഡി.ജി.പിയും തീരുമാനത്തെ ചട്ടവിരുദ്ധമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ഉത്തരവിട്ട പ്രതികളെ ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുണ്ടായിരുന്ന കെ.എസ്. ശ്രീജിത്ത് ഇത് സംബന്ധിച്ച കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് നൽകിയത്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടായിരുന്നു കത്ത് നൽകിയത്. 20 വർഷത്തേക്ക് ശിക്ഷ ഇളവിന് പരിഗണിക്കുക പോലും ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട പ്രതികളെ ശിക്ഷാ ഇളവിന്റെ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്നതാണ് ഉയർന്ന ചോദ്യം. ജൂൺ 13-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ റിപ്പോർട്ട് പോലീസ് പരിശോധനയ്ക്കായി കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. 2ാം പ്രതി ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെയാണ് ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടാണ് ജയിൽ സൂപ്രണ്ട് ചോദിച്ചത്. ഇതിൽ ജയിൽ ഉപദേശക സമിതിയും സർക്കാരും ഗവർണറും തീരുമാനമെടുത്താൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു. സർക്കാരും CPM-ഉം പ്രതിക്കൂട്ടിലായ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ജയിൽ അധികൃതർക്കെതിരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.